യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം, നല്ലൊരു ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു. വചനം കേട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം ഏറ്റെടുത്തവർക്ക് വേണ്ടി ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആരൊക്കെയാണോ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും വളരെ സത്യസന്ധമായി പറയാം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുകയും നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനം, വീട്ടിലുള്ളവർ, വീടിൻ്റെ ഓരോ സാഹചര്യങ്ങൾ, സാമ്പത്തികം, ആരോഗ്യം, മക്കളുടെ ഭാവി എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. SLC +2 ഒക്കെ കഴിഞ്ഞവരുണ്ട്. എന്ത് പഠിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ഒരു പുതിയ തീരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ജോലിയിലെ പ്രമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ അവർക്ക് PR കിട്ടാൻ, ജോലിയിലൊരു സ്വസ്ഥത അനുഭവിക്കാൻ, സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. സന്തോഷമുള്ള ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പരസ്പരം അകന്നു നിൽക്കുന്നവർ ഒരുമിച്ചാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളുടെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിലെ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വാക്യം വായിക്കുകയാണ്. 52-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം വായിക്കുവാണ്. 9-ാമത്തെ വാക്യം: അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തേക്ക് നന്ദി പറയും. അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഭക്തരുടെ മുമ്പിൽ അവിടുത്തെ നാമം ഞാൻ പ്രകീർത്തിക്കും, അത് ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയും. അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കും, എന്തെന്നാൽ കാരണം അത് ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ, ശ്രേഷ്ഠമായ 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയും ഈ നിയോഗ പ്രാർത്ഥനയും, ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ആ വചനവും പ്രാർത്ഥനയും, അതൊരു ദൈവാനുഗ്രഹമാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, അത് ശ്രേഷ്ഠമാണ്. 2, അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അതിനെ പ്രകീർത്തിക്കും. ഞാൻ ഭക്തരുടെ മുമ്പിൽ അങ്ങയുടെ നാമത്തെ പറ്റി പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അനേകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ, ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും കുടുംബക്കാരും സുഹൃത്തുക്കളും ഈ വചനം കേൾക്കാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഒരിക്കലും മടി കൂടാതെ ഈ വചനത്തെ തൻ്റെ ഭക്തരുടെ മുമ്പിൽ ഞാൻ പ്രകീർത്തിക്കും, ഞാനിത് പറയും, ഒരു ചമ്മലില്ലാതെ, അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ അവരും അനുഗ്രഹിക്കപ്പെടണം, അവരും ദൈവവചനം കേൾക്കണം, അവരും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയണം എന്ന നല്ല ഉദ്ദേശത്തോടെ തൻ്റെ ഭക്തരുടെ മുമ്പിൽ നാമത്തെ, വചനത്തെ പ്രകീർത്തിക്കണം, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതിനൊരു പ്രതിഫലമുണ്ട്. അതാണ് 8-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന
ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും പ്രത്യാശ വയ്ക്കുന്നു, എന്നേക്കും ആശ്രയിക്കുന്നു. ഒരാൾ ദൈവത്തോട് നന്ദി പറയുമ്പോൾ, ഒരാൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുമ്പോൾ, അത് ശ്രേഷ്ഠമാണെന്ന് വിശ്വസിച്ചതിനെ കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയായി മാറും. തഴച്ചു വളരുന്ന എന്നൊരു വാക്കുണ്ട്. എങ്ങനെയേലും വളരുന്ന, കഷ്ടിച്ച് വളരുന്ന എന്നൊന്നല്ല. നല്ല ആരോഗ്യത്തോടെ വളവും വെള്ളവും വലിച്ചെടുത്ത് തഴച്ചു വളരുന്ന ഒലിവുമരം പോലെ. പ്രിയപ്പെട്ടവരെ, തഴച്ചു വളരുന്ന ഒലിവുമരം പോലെ നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ മക്കൾ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെ ആകണം. നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മളും ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി പറയണം, ദൈവത്തിൻ്റെ നാമത്തെ പ്രകീർത്തിക്കണം, ഈ വചനം കേൾക്കണം, ആ വചനം വിശ്വസിക്കണം, ആ വചനത്തെ ഓർത്ത് നന്ദി പറയണം, ആ വചനത്തെ എഴുതി വയ്ക്കണം, അനേകർക്ക് അയച്ചു കൊടുക്കണം. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. അതിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ്. അവർ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാകും. ഇതെങ്ങനെ വരും? ഞാൻ 8-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അപ്പോൾ ഇനി ഓരോ കാരണമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാകാനുള്ള കാരണമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ പ്രത്യാശ വച്ചു. 1. 2. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. 3. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. അത് ശ്രേഷ്ഠമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ തകരുവല്ല, ഒരാൾ പരാജയപ്പെടുവല്ല, ഒരാൾ നശിക്കുവല്ല, ഒരാൾ ഒന്നും അല്ലാതാവുമല്ല. ഈ വചനം കേൾക്കുന്നത്, നിങ്ങൾ കുടുംബമായി കേൾക്കുന്നത്, സമയത്ത് തന്നെ കേൾക്കുന്നത്, അത് ശ്രേഷ്ഠമാണ്. ദൈവസന്നിധിയിൽ അതിന് വിലയുണ്ട്, അതിനൊരു ഉത്തരവുണ്ട്. അതൊരു അനുഗ്രഹം തന്നെയാണ്, അതൊരു പ്രാർത്ഥനയാണ്. ഇത് ജീവനെ, ജീവിതത്തെ, ഭവനത്തെ വിശുദ്ധീകരിക്കുന്നതാണ്. ഇത് ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ നടത്തിപ്പ് മനസ്സിലാക്കാൻ ഇടയാകുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം, തഴച്ചു വളരുന്ന ഒലിവുമരം. ചുമ്മാതെയല്ല, എങ്ങനെയോ അല്ല, യാദൃശ്ചികമല്ല, ഏതാണ്ടൊക്കെയോ ചെയ്തപ്പോഴാണ്. ഏതാണ്ടൊക്കെയോ എന്നല്ല, വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നന്ദി പറയണം, പ്രാർത്ഥിക്കണം, പ്രകീർത്തിക്കണം. അത് ശ്രേഷ്ഠമാണ്. ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോഴൊക്കെയാണ് തഴച്ചു വളരുന്ന ഒലിവുമരം പോലെ വളരുക. നിങ്ങളുടെ കുടുംബത്തെ വളർത്തുന്ന ദൈവമുണ്ട്, അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മുടങ്ങാതെ ഈ വചനം കേട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പുതിയതായി കേൾക്കുന്നവരെ, ആദ്യമായി ഇതിനെക്കുറിച്ച് അറിഞ്ഞവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, ഈ വചനത്തിലൂടെ ഈ ജനത്തെ, ഈ കുടുംബത്തെ, ഈ സാഹചര്യങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണമേ. ഈ മാതാപിതാക്കൾ, യുവതീ-യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ തഴച്ചു വളരുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ. തഴച്ചു വളരുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകണം. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകണം. സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. നല്ലൊരാഴ്ചയായിരിക്കട്ടെ ഈ വരുന്ന ഒരാഴ്ച. സന്തോഷത്തോടെ ആയിരിക്കാം. നല്ല യാത്രകൾ ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ഭവനത്തിൽ താമസിക്കാൻ,
നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ, നല്ല വാക്കുകൾ കേൾക്കാൻ, നല്ല വാക്കുകൾ പറയാൻ, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും ഈ വചനത്തെ ഒരു നിയോഗത്തോടെ അയച്ചു കൊടുക്കുക. ആ അനുഗ്രഹം നിങ്ങൾക്കെന്നും ഉണ്ടാകും. നാളെയും 5:30 ഒരുമിച്ച് കാണണം. നാളെ തിങ്കളാഴ്ചയാണ്. ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.